എല്ലാവർക്കും നമസ്കാരം. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് മലയാളം പാഠപുസ്തകത്തിലെ യൂണിറ്റ് 8 പച്ചിലത്തുമ്പിലൂടെ എന്ന പാഠഭാഗമാണ്. പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പാഠഭാഗത്ത് തന്നിട്ടുള്ള 4 വരി കവിത നോക്കാം. ഒരു മഴ പെയ്തു, ഭൂമി കുളിർത്തു. ഒരു കതിർ നീണ്ടു, ഭൂമി പൊലിച്ചു. മലയാളത്തിലെ പ്രശസ്ത കവി ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ എഴുതിയ 4 വരി കവിതയാണത്. പാഠഭാഗം തുടങ്ങുന്നത് ഉണങ്ങിക്കിടന്ന ഭൂമിയിൽ ഒരു മഴ പെയ്തപ്പോൾ ഭൂമിയാകെ കുളിർത്തതും പുതുതായി മുളപൊട്ടിയ ചെടികൾ വളർന്ന് ഭൂമിയിൽ പച്ചപ്പു നിറഞ്ഞതുമാണ് കവിതയിൽ വിവരിക്കുന്നത്. മഴ പെയ്തു, മണ്ണു കുളിർത്തു. വെണ്ടവിത്തും മത്തൻ വിത്തും നനഞ്ഞ മണ്ണിൽ പുതഞ്ഞു കിടന്നു. വിത്തുകൾ മുളപൊട്ടി, തളിരിലകൾ തലനീട്ടി. അവർ മുകളിലേക്ക് നോക്കി. ഹായ് നീലാകാശം, ചുറ്റിലും പച്ചയുടുപ്പിട്ട ചെടികൾ, പലതരത്തിൽ പല വലിപ്പത്തിൽ. വെണ്ടയും മത്തനും പതിയെ വളർന്നു. അടുത്ത പേജ്. വെണ്ടച്ചെടി മൊട്ടിട്ടു തുടങ്ങി. മൊട്ടുകൾ വിരിഞ്ഞു, മഞ്ഞപ്പൂക്കളായി. പൂക്കൾ കൊഴിഞ്ഞു, കായ്കൾ നീണ്ടുവന്നു. വെണ്ടച്ചെടി തല ഉയർത്തി നിവർന്നു നിന്നു. മത്തൻ തല താഴ്ത്തി നിലത്ത് ഇഴഞ്ഞു തുടങ്ങി. മത്തന് സ്പ്രിംഗ് പോലെ കൈകൾ നീണ്ടുവന്നു. അത് വെണ്ടച്ചെടിയുടെ തണ്ടിൽ ചുറ്റി മുകളിലേക്ക് കയറാൻ നോക്കി. വെണ്ടച്ചെടിക്ക് സംശയമായി. ഹേയ്, നീ എന്തിനാണ് എൻ്റെ തണ്ടിൽ പിടിച്ചു കയറുന്നത്? എന്തിനാ ഇങ്ങനെ മണ്ണിൽ ഇഴയുന്നത്? നിനക്ക് നിവർന്നു നിന്നുകൂടെ? എനിക്ക് സ്വന്തമായി നിവർന്നു നിൽക്കാൻ കഴിയില്ല. മത്തൻ വള്ളി പുഞ്ചിരിച്ചു. ഞാൻ സഹായിക്കാം, കറിവേപ്പ് പറഞ്ഞു. മത്തൻ വള്ളി കറിവേപ്പിൻ്റെ ചില്ലയിലേക്ക് പടർന്നു കയറി. വെണ്ടച്ചങ്ങാതി നോക്ക്, ഞാൻ നിനക്കൊപ്പം ഉയരത്തിലായി. വെണ്ടച്ചെടിക്ക് സന്തോഷമായി. അടുത്ത പേജ് വായിക്കാം. എനിക്ക് ദൂരേക്ക് വിത്ത് വിതറാൻ കഴിയുമല്ലോ, വെണ്ടച്ചെടി വിളിച്ചു പറഞ്ഞു. അതെങ്ങനെ? മത്തൻ വള്ളി കണ്ണുകൾ വിടർത്തി. ഇപ്പോൾ കാണിച്ചു തരാം. വെണ്ടച്ചെടിയിലെ ഉണങ്ങിയ കായ പൊട്ടിത്തെറിച്ചു. വിത്തുകൾ നാലുപാടും ചിതറി. ആഹാ, കൊള്ളാമല്ലോ സൂത്രം. മത്തന് അത്ഭുതമായി. അടുത്ത പേജ്. ഈ കാഴ്ച കണ്ട അപ്പൂപ്പൻ താടി പറന്നു വന്ന് മത്തൻ വള്ളിയിലിരുന്നു. നീ എങ്ങനെ ഇവിടെ എത്തി? മത്തൻ വള്ളി ചോദിച്ചു. അപ്പൂപ്പൻ താടി മത്തൻ വള്ളിയുടെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. ദൂരേക്ക് പറന്നുപോയി. ഇവിടെ തന്നിട്ടുള്ള ചോദ്യം നോക്കൂ. എന്തായിരിക്കും അപ്പൂപ്പൻ താടി പറഞ്ഞിട്ടുണ്ടാകുക? എന്തായിരിക്കും? എനിക്ക് കാറ്റിൽ പറന്ന് നടക്കാൻ കഴിയും. ഇങ്ങനെ പറന്നു ചെന്ന് ഞാൻ വിത്ത് പാകും എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക. വെണ്ടച്ചെടി കാണിച്ച സൂത്രം എന്തായിരുന്നു നോക്കാം. ഉണങ്ങിയ കായ പൊട്ടിത്തെറിപ്പിച്ച് വിത്തുകൾ താഴെ വീത്തുന്ന സൂത്രമാണ് വെണ്ടച്ചെടി കാണിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. കഥയിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഭാഗം ചിത്രമാക്കാം. കഥ വായിച്ചല്ലോ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏത് ഭാഗമാണോ ഇഷ്ടപ്പെട്ടത് അത് ചിത്രമായിട്ട് വരയ്ക്കുക. മഞ്ഞ ബോക്സിൽ എന്താ എഴുതിയിരിക്കുന്നത്? മരങ്ങളും വള്ളികളും മൃഗങ്ങളും ഒക്കെയാണ് മനുഷ്യൻ്റെ ഉറ്റ ബന്ധുക്കൾ. ഇത് പറഞ്ഞത് ആരാണ്? ശ്രീബുദ്ധൻ. അടുത്ത് പഠിക്കാനുള്ളത് ഇലയും കറിയും എന്നുള്ള ഒരു കവിതയാണ്. എത്ര ഇലക്കറി അറിയാം പറയുക, ഏതില നിങ്ങൾ കറി വയ്ക്കും? മത്തനിലക്കറി അറിയാം ഞങ്ങൾ, കുമ്പള ഇലയും കറി വയ്ക്കും. ചുവന്ന ചീര, പച്ച ചീര, മുള്ളൻ ചീര കറി അറിയാം. പയറിലയറിയാം, ചേമ്പിലയറിയാം, മുരിങ്ങയിലയും കറി വയ്ക്കും. താളും തകരയും അറിയാം, പിന്നെ തഴുതാമക്കറി അറിയാമേ. പുതിന ഇലയും കറിവേപ്പിലയും കറിയിൽ ചേരും മല്ലിയില. എത്ര ഇലക്കറി അറിയാം പറയുക, ഏതില നിങ്ങൾ കറി വയ്ക്കും? കവിതയ്ക്ക് താഴെയായിട്ട് തന്നിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷണമായി ഉപയോഗിക്കാറുള്ള ഇലകൾ ഏതെല്ലാം? എഴുതി നോക്കാം. എഴുതാം. ഉത്തരം നോക്കാം. മുരിങ്ങയില, പയറില, മത്തനില, കുമ്പള ഇല, ചുവന്ന ചീര, പച്ചച്ചീര, ചേമ്പില, കറിവേപ്പില, പുതിനയില, മല്ലിയില, തഴുതാമ, തകരയില, മുള്ളൻ ചീര, താള് തുടങ്ങിയവ. അടുത്ത ചോദ്യം നോക്കാം. ഇല കൊണ്ടുള്ള ഒരു വിഭവം തയ്യാറാക്കുന്ന വിധം വീട്ടിൽ അന്വേഷിച്ച് പാചകക്കുറിപ്പ് എഴുതാം. എഴുതാം. വിഭവത്തിൻ്റെ പേര്: ചീരത്തോരൻ. ചേരുവകൾ: ചീരയില, തേങ്ങ, പച്ചമുളക്, ഉള്ളി, ഉപ്പ്.
തയ്യാറാക്കുന്ന വിധം: ചീരയില കഴുകി വൃത്തിയാക്കി വെള്ളം കുടഞ്ഞു കളഞ്ഞു വയ്ക്കുക. അധികം മൂക്കാത്ത തണ്ടും തോരന് ഉപയോഗിക്കാം. ഇലകൾ അടർത്തിയെടുത്ത് ചേർത്ത് പിടിച്ച് ചെറുതായി അരിഞ്ഞെടുക്കുക. ഒരു പിടി തേങ്ങ ചിരകിയതും 2 പച്ചമുളക് അരിഞ്ഞതും 3-4 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർക്കുക. ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുകിട്ട ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന ചീരയിലയും തേങ്ങയും പച്ചമുളകും ഉള്ളിയും ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി മൂടി വയ്ക്കുക. ആവി വരുമ്പോൾ തുറന്ന് ഇളക്കി വച്ച് വേവിക്കുക. ചീരത്തോരൻ തയ്യാർ. അടുത്ത പാഠഭാഗത്ത് തന്നിട്ടുള്ളത് ഇലകളെ നിരീക്ഷിക്കാം. നിങ്ങളുടെ കൈപ്പത്തിയേക്കാൾ വലിയ ഇലകൾ ഏതൊക്കെയാണ്? ചെറിയ ഇലകൾ ഏതൊക്കെയാണ്? ചുറ്റുപാടും നിരീക്ഷിച്ച് കണ്ടെത്താം, പട്ടികപ്പെടുത്താം. പട്ടികപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം. കൈപ്പത്തിയേക്കാൾ വലിയ ഇലകൾ ഏതൊക്കെയാണ്? തേക്കില, വാഴയില, പപ്പായ ഇല, ചേമ്പില, ചേനയില, മത്തനില, തെങ്ങോല. കൈപ്പത്തിയേക്കാൾ ചെറിയ ഇലകൾ ഏതൊക്കെയാണ്? നെല്ലിയില, കറിവേപ്പില, തുളസിയില, മല്ലിയില, പനിക്കൂർക്കയില, പുതിനയില മുതലായവ. ഇനി നമുക്ക് ഋഷിതയുടെ ഡയറി വായിക്കാം. ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു. കുറച്ച് ദിവസം മുമ്പ് കുപ്പിയിലെ വെള്ളത്തിൽ ഞാനൊരു ചെടി വച്ചിരുന്നു. അതിൽ കുഞ്ഞു വേരുകൾ വരാൻ തുടങ്ങിയത് ഇന്നാണ്. ഞാൻ അതിലേക്ക് കുറേ നേരം നോക്കി നിന്നു. ഡയറി എഴുത്തുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യമുണ്ട്, നോക്കാം. ഋഷിതയുടെ ഡയറി വായിച്ചല്ലോ. മണ്ണിലല്ലാതെ വളരുന്ന സസ്യങ്ങളുണ്ടോ? അന്വേഷിച്ചറിയാം, കൂട്ടുകാരുമായി പങ്കുവയ്ക്കാം. മണ്ണിലല്ലാതെ വളരുന്ന സസ്യങ്ങളുണ്ടോ? ഉണ്ട്. പലയിനം ഓർക്കിഡുകൾ മണ്ണിൽ വളരുന്നവയല്ല. മരങ്ങളുടെ തടിയിലും ചില്ലകളിലും പറ്റിപ്പിടിച്ച് ഇവ വളരുന്നു. വീട്ടിൽ വളർത്തുന്ന ചില അലങ്കാര ചെടികളായ മണി പ്ലാന്റും ലക്കി ബാമ്പുവും തോടുകളിലും മറ്റുമുള്ള കുളവാഴയും പായലും വെള്ളത്തിൽ വളരുന്നവയാണ്. രൂപങ്ങൾ നിർമ്മിക്കാം. ഇലകൾ ഒട്ടിച്ചു ചേർത്ത് രൂപങ്ങൾ തയ്യാറാക്കാം. ഇവിടെ തന്നിട്ടുള്ള ചിത്രങ്ങൾ കണ്ടോ? ഇലകൾ ഒട്ടിച്ചു ചേർത്ത് തത്ത, പാറ്റ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ഇതുപോലെ വേറെയും ചിത്രങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുക. അടുത്ത് പഠിക്കാനുള്ളത് തെങ്ങിനെ കുറിച്ചാണ്. തെങ്ങിനെക്കുറിച്ച് 2-3 വാക്യങ്ങൾ തന്നിട്ടുണ്ട്. ബാക്കി വാക്യങ്ങൾ നാം എഴുതി ചേർക്കണം. അപ്പോൾ എഴുതിയാലോ? ഞാൻ തെങ്ങ്, ഒറ്റത്തടി വൃക്ഷം, എനിക്ക് ചില്ലകളില്ല. എൻ്റെ കരിക്കിൻ വെള്ളം കുടിച്ചാൽ നിങ്ങളുടെ ദാഹവും ക്ഷീണവും മാറും. എൻ്റെ തേങ്ങ ആട്ടി എണ്ണ എടുക്കുന്നു. എൻ്റെ എല്ലാ ഭാഗങ്ങളും പല ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. നമ്മുടെ നാട്ടിൽ എവിടെയും എന്നെ കാണാം. കേരവൃക്ഷം എന്നും എനിക്ക് പേരുണ്ട്. അടുത്തൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്കറിയാവുന്ന മറ്റൊരു സസ്യത്തെക്കുറിച്ച് എഴുതി നോക്കാം. നിങ്ങൾക്കറിയാവുന്ന മറ്റൊരു സസ്യത്തെക്കുറിച്ച് എഴുതുകയാണ് ഇവിടെ വേണ്ടത്. മാവിനെക്കുറിച്ചാണ് നാം ഇന്ന് എഴുതാൻ പോകുന്നത്. ഞാൻ മാവ്. ഞാൻ വലിയ മരമായി വളരും. കുലയായാണ് എന്നിൽ പൂക്കൾ ഉണ്ടാവുക. പൂക്കളെല്ലാം വിരിഞ്ഞു കഴിയുമ്പോൾ ഉണ്ണിമാങ്ങകൾ ഉണ്ടാകും. മാങ്ങ ചെറുതായിരിക്കുമ്പോൾ മുതൽ കറിക്കായി ഉപയോഗിക്കാറുണ്ട്. മാവില കൊണ്ട് പല്ല് തേക്കുന്നത് നല്ലതാണ്. മാങ്ങ പഴുത്താൽ നല്ല മധുരമാണ്. മാമ്പഴം തിന്നാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അടുത്ത പേജിൽ വരുന്നത് കുറച്ച് കടങ്കഥകളാണ്. ആരാണ്? നോക്കാം, വായിക്കാം. തോട്ടുവക്കിൽ തൊടിയിൽ ഇടവഴിയിലും ഇലവിരിക്കും, പൂത്തു പുഞ്ചിരിക്കും. മുള്ളുള്ള കൂട്ടരാണെങ്കിലും ഞങ്ങളെ തൊട്ടുനോക്കല്ലേ, പിണങ്ങി നിൽക്കും. ആരാണ്? തൊട്ടാവാടി. അടുത്ത കടങ്കഥ ചോദ്യം നോക്കാം. ഊന്നിക്കയറാൻ ഊന്നൽ വേണം, പടർന്നു വളരാൻ പന്തൽ വേണം. വിരലുകൾ പോലില്ല, പൂക്കൾ മഞ്ഞ, തോരണമായി തൂക്കിയ കായ്കൾ. കായിൽ മുള്ള്, രുചിയിൽ കയ്പ്, കറിയിൽ ഗുണമിവനാരാവാം. ഉത്തരം പാവയ്ക്ക. അടുത്ത കടങ്കഥ ചോദ്യം നോക്കാം. പൂവിൽ നിന്നും കായ വിരിഞ്ഞാൽ കാലിൽ കല്ലുകൾ കെട്ടിത്തൂക്കി താഴോട്ടെത്താൻ വലിച്ചു നീട്ടും. പന്തലിൽ വളരും ഞാനാര്? ആരാണ്? പടവലങ്ങ. അടുത്ത പേജിൽ വരുന്നത് ഒരു കവിതയാണ്. പാടി രസിക്കാം. മരം. കാട്ടിലെ കിളികൾക്കും മരം വേണം, നാട്ടിലെ മനുഷ്യർക്കും മരം വേണം. പറക്കുന്ന തുമ്പിക്കും ചിരിക്കുന്ന കുഞ്ഞിനും മരിക്കുന്ന വൃദ്ധനും മരം വേണം. ശ്വസിക്കുവാൻ പ്രാണനായി മരം വേണം, കുടിക്കുവാൻ ജലമായി മരം വേണം. വിശപ്പിന് പഴമായി മരം വേണം, എരിയുവാൻ വിറകായി മരം വേണം.
വിണ്ണിൻ്റെ മഴയായി മരം വേണം, മണ്ണിൻ്റെ ഉയിരായി മരം വേണം, കണ്ണിന് കുളിരായി മരം വേണം, ഞങ്ങൾക്ക് തുണയായി മരം വേണം. വെട്ടല്ലേ വെട്ടല്ലേ വലിയോരേ, വിറ്റു കാശാക്കല്ലേ പെരിയോരേ, കാടിതു ഞങ്ങൾക്കു വീടാണേ, വീട് മുടിക്കല്ലേ ഉടയോരേ. ഈ കവിത എഴുതിയത് പ്രശസ്ത മലയാള കവയിത്രി സുഗതകുമാരിയാണ്. ഇതോടുകൂടി ഈ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ അവസാനിച്ചു. വീണ്ടും അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണാം.